ഹായ് ഓൾ! ഇന്ന് നമ്മൾ മറ്റൊരു എത്നിക് സീരീസാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് 2 മീറ്റർ ഫാബ്രിക്കാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. 3 to 4 ഇയർ ഓൾഡ് കിഡിൻ്റെ സൈസ് ചാർട്ട് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമ്മളെപ്പോഴും പാറ്റേൺ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വൺ സൈഡ് മാത്രമേ ട്രേസ് ചെയ്യത്തുള്ളായിരുന്നു. ഫാബ്രിക്കിലിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത്. ആ സെയിം മെത്തേഡിലാണ് ഞാനിവിടെ പാറ്റേൺ പേപ്പറും ഫിക്സ് ചെയ്തേക്കുന്നത്. പാറ്റേൺ പേപ്പർ ആദ്യം ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഇവിടെ മെഷർമെൻറ്റ്സ് എടുക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഷോൾഡർ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നെക്ക് വിഡ്ത്തും നെക്ക് ഡെപ്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഷോൾഡർ പോയിന്റിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഞാൻ താത്തി മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഇൻക്ലിനേഷൻ ഉണ്ടാകും ഷോൾഡർ പൊസിഷനിൽ. അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, നമ്മുടെ ആം ഹോൾ ഡെപ്ത് ആണ്, അത് 5.25 ഇഞ്ചാണ്. അതിനുശേഷം ഞാൻ ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടോട്ടൽ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 എടുക്കുക. അതിനോടൊപ്പം കുറച്ച് ഈസും കൂടി ചേർത്തിട്ടാണ് ഞാൻ 5.75 ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി ടോപ്പിൻ്റെ ലെങ്ത് വന്നിട്ട് ഞാനൊരു 9 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വയറ് കാണുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി സെയിം നമ്മൾ ചെസ്റ്റ് ലൈൻ ചെയ്തതുപോലെ തന്നെ വേസ്റ്റ് റൗണ്ടും ചെയ്യുക. ടോട്ടൽ വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 എടുക്കുക. അതിനുശേഷം എന്താ, നമ്മുടെ ആം ഹോൾ ഡെപ്തിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുക. ഇനി ചെസ്റ്റ് ലൈനിൽ നിന്ന് ഒരു 1 ഇഞ്ച് നമ്മുടെ ആം ഹോൾ ഡെപ്തിലോട്ട് കയറ്റി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഫസ്റ്റ് പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ, സെൻറ്റർ പോയിന്റ്, അവിടുന്ന് ഒരു 0.25 ഇഞ്ച് നമ്മൾ അകത്തോട്ട് എടുത്തിട്ടാണ് ആം ഹോൾ ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നെക്ക് പോർഷൻ ഒഴിച്ച് ബാക്കിയെല്ലാമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സോ ഓൺ ഫോൾഡിൽ ഇട്ടായിരുന്നു ഞാനിത് ട്രേസ് ചെയ്ത്. അപ്പോൾ നമുക്കത് നിവർത്തുമ്പോൾ കറക്റ്റ് ഒരു ബോഡീസിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. സോ ടോപ്പ് വന്നിട്ട് ഞാനിവിടെ 1 സൈഡ് ഷോൾഡർ ടോപ്പാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സൈഡിലോട്ടായിരിക്കും ഷോൾഡർ വരുന്നത്. സോ അതിനായിട്ട് ഞാൻ ഏത് ഭാഗത്തായിട്ടാണോ ഷോൾഡർ വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആം ഹോൾ കർവിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ കേർവ് ചെയ്ത് ഒരു ലൈൻ ഞാൻ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഷോൾഡർ ഇല്ലാത്ത ഭാഗത്ത് ഞാൻ സ്ട്രാപ്പ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സോ അതിനായിട്ട് നമുക്ക് സ്ട്രാപ്പിൻ്റെ പൊസിഷൻ അറിയണം. സോ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ പാറ്റേൺ പേപ്പർ ഫോൾഡ് ചെയ്ത് സെൻറ്റർ പോയിന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടുന്ന് നമ്മുടെ ഒരു സൈഡിലോട്ടുള്ള നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചാണ്. ആ സെയിം 2.5 ഇഞ്ച് തന്നെ ഞാൻ ഓപ്പോസിറ്റ് സൈഡിലോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആ പോയിന്റിന് അകത്തോട്ട് ഒരു 1/2 ഇഞ്ച് ഞാൻ കയറ്റി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി രണ്ടാമത് മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നിന്ന് നമ്മൾ നമ്മുടെ താഴത്തെ ആ കർവ് ലൈനിലോട്ട് കണക്ട് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. സോ അത് തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ, ആ പോയിന്റിലാണ് ഞാൻ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്ട്രാപ്പ് ഒത്തിരി ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഷോൾഡറിൽ നിന്ന് ഊർന്നു പോകും. സോ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടോട്ടൽ 2.5 ഇഞ്ചിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് അകത്തോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കേട്ടോ. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് പാറ്റേൺ ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് മുൻപായിട്ട് ഞാനിവിടെ നോച്ച് പോയിന്റ് മാർക്ക് ചെയ്തതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്യണം. ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്യുമ്പോൾ ഞാൻ ഈ സെയിം പാറ്റേൺ തന്നെയാണ് ഫ്രണ്ട് ബോഡീസിനും ബാക്ക് ബോഡീസിനും യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ട്രേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം പാറ്റേൺ പേപ്പർ, ഇപ്പം ഞാൻ ഫ്രണ്ട് ബോഡീസാണ് ആദ്യം ട്രേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട് ബോഡീസ് ട്രേസ് ചെയ്യുമ്പോൾ ഞാൻ ഏത് ഡയറക്ഷനിലാണോ പാറ്റേൺ പേപ്പർ വെച്ചിരിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം നമ്മൾ ബാക്ക് ബോഡീസ് ട്രേസ് ചെയ്യുമ്പോൾ വെക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ ഫ്രണ്ട് ബോഡീസ് ട്രേസ് ചെയ്യുമ്പം ഷോൾഡർ ലെഫ്റ്റ് സൈഡിലോട്ട് ഫേസ് ചെയ്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ട്രേസ് ചെയ്തിട്ട് ഇനി നമ്മൾ ബാക്ക് ബോഡീസ് ട്രേസ് ചെയ്യുമ്പോൾ എന്താ, ഈ ലെഫ്റ്റ് സൈഡിന് നേരെ ഓപ്പോസിറ്റിലോട്ട് ട്രേസ് ചെയ്തിട്ട് വേണം, അത് നേരെ ഓപ്പോസിറ്റിലോട്ട് വെച്ചിട്ട് വേണം ബാക്ക് ബോഡീസ് ട്രേസ് ചെയ്യാൻ. സോ ഫ്രണ്ട് ബോഡീസ് നമ്മൾ ട്രേസ് ചെയ്തു, സീം അലവൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് ബോഡീസ് ട്രേസ് ചെയ്യുക. കണ്ടോ, അന്നേരം ഷോൾഡർ പോയിന്റ് റൈറ്റ് സൈഡിലോട്ടാണ് വന്നത്. അതാ പറഞ്ഞത്, നമ്മൾ ആദ്യം ഏത് ഡയറക്ഷനിലാണോ വെച്ചേ അതിന് ഓപ്പോസിറ്റ് വേണം അടുത്ത ബോഡീസ് ട്രേസ് ചെയ്യുമ്പോൾ വെക്കാനായിട്ട്. സോ അങ്ങനെ വെച്ചില്ലെങ്കിൽ എന്താ പറ്റുക, നമുക്ക് നല്ല ഭാഗം ഉള്ളിൽ പോകും തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും. സോ ബാക്ക് ബോഡീസ് ട്രേസ് ചെയ്യാനായിട്ട് ഞാൻ ബാക്കിൽ ഹുക്ക് ആൻഡായി പിടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നടുക്കുന്ന സെൻറ്റർ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് ഓപ്പൺ വരുന്നതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ ട്രേസ് ചെയ്തെടുക്കുക. ട്രേസ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് ബോഡീസ് ചെയ്തതുപോലെ തന്നെ സെയിം സീം അലവൻസ് ആണ് ഇവിടെയും കൊടുക്കുന്നത്. ആ ഹുക്കിൻ്റെ പോർഷനിലും നമ്മൾ കേർവി ആയിട്ട് ചെസ്റ്റ് ലൈൻ വരുന്നിടത്തും 0.25 ഇഞ്ചാണ് ഞാൻ കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്ക് ബോഡീസിൽ ഞാൻ ഹെം പോർഷന് 1/2 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ബോഡീസിൽ 1 ഇഞ്ചായിരുന്നു ഞാൻ കൊടുത്തത്. ഫ്രണ്ട് ബോഡീസിൽ ഞാൻ 1 ഇഞ്ച് സീം അലവൻസ് കൊടുക്കാനുള്ള കാരണം ഞാനിവിടെ ഡബിൾ ഫോൾഡ് ചെയ്താണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്ക് സൈഡിൽ നമ്മൾ ഉള്ളിൽ കൂടി തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ നിവർത്തിയെടുക്കുന്നത്. അത് നമുക്ക് സ്റ്റിച്ചിങ് പാർട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും കേട്ടോ. അങ്ങനെ നമ്മൾ ബാക്ക് ബോഡീസും
ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്, ഫ്രണ്ട് ബോഡീസും ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഇനി നമുക്ക് ഷോൾഡർ പോയിന്റ് അറ്റാച്ച് ചെയ്യാനായിട്ട് അതിന് 2 സ്ട്രാപ്പ് വേണം. സ്ട്രാപ്പ് ചെയ്യാനായിട്ട് ഞാൻ 1 ഇഞ്ച് വിഡ്ത്താണ് എടുത്തിരിക്കുന്നത്, 13 ഇഞ്ച് ലെങ്ത്തുമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ നമ്മൾ കുഞ്ഞി ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് ഓപ്പൺ ഞാൻ ഹുക്ക് ആൻഡ് ഐ ആണ് കൊടുക്കുന്നതെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിൽ ഓപ്പണിങ്സ് കൊടുത്തത്. അപ്പോൾ ഹുക്ക് ആൻഡ് ഐ സ്ട്രാപ്പ് പിടിപ്പിക്കാനായിട്ട് നമ്മൾ എവിടെയാണ് ഹുക്ക് കൊടുക്കുന്നത് ആ ഭാഗത്ത് നമ്മൾ 2.5 ഇഞ്ച് വിത്തിലുള്ള ഒരു ഫാബ്രിക് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ലെഫ്റ്റ് സൈഡിലാണ് ഹുക്ക് കൊടുക്കുന്നത്. സോ അവിടെ ഞാൻ വിത്ത് എടുത്തിരിക്കുന്നത് 2.5 ഇഞ്ചാണ്. ഐ പാർട്ട് വരുന്നിടത്ത് ഞാൻ വിത്ത് എടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ്. സോ നമ്മുടെ ഫാബ്രിക്കിൻ്റെ ലെങ്ത്ത്, അതായത് ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 6.5 ഇഞ്ചാണ്. സ്ട്രാപ്പ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ലെങ്ത്ത് ഞാൻ 6.5 ഇഞ്ച് അല്ല കൊടുക്കുന്നത്, അതിൽ നിന്നും കുറച്ചും കൂടി കൂട്ടിയാണ് എടുക്കുന്നത്. ഒരു 8 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ 2 സ്ട്രാപ്പും എടുത്തേക്കുന്നത് കേട്ടോ. കാരണം എന്താ, നമുക്ക് ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാൻ ടോട്ടലുള്ള ലെങ്ത്തിൽ നിന്ന് കുറച്ച് അഡീഷണൽ ലെങ്ത്തും കൂടി എടുത്തേക്കുന്നത് കേട്ടോ.
ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഞാൻ ഷോൾഡറിൽ ഒരു ഫ്ലവറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് അത് ചെയ്തെടുത്തേക്കുന്നത്. അതിൻ്റെ സ്റ്റിച്ചിങ് കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ഓൺ ആക്കിയിട്ടില്ല, ഷോർട്ടായിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഇത് ഞാൻ പിന്നാണ് ബാക്കിൽ അറ്റാച്ചിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ ഇത് ക്ലിപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് വെക്കേണ്ട. ആ ഒരു രീതിയിലാണ് ഞാനിതിവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മുടെ സ്കേർട്ട് പാർട്ടാണ്. സ്കേർട്ട് പാർട്ട് ഞാനിവിടെ അക്കോർഡിയൻ പ്ലേറ്റ്സ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഞാനൊരു 2 മീറ്ററോളം ഫാബ്രിക് എടുത്തിട്ടുണ്ട്. 2 മീറ്റർ തന്നെ വേണ്ടി വരില്ല, ഒരു 1.5 മീറ്ററൊക്കെ മതിയാകും. അക്കോർഡിയൻ പ്ലേറ്റ്സിൻ്റെയും നൈഫ് പ്ലേറ്റ്സിൻ്റെയും പ്രത്യേകത എന്താണ്? നൈഫ് പ്ലേറ്റ്സ് ആണെങ്കിൽ നമ്മളൊരു 1 ഇഞ്ച് വിഡ്ത്ത് അല്ലെങ്കിൽ 2 ഇഞ്ച് വിഡ്ത്തിലായിരിക്കും പ്ലേറ്റിംഗ് ചെയ്യുന്നത്. വളരെ തിൻ വിഡ്ത്തിൽ ചെയ്യുന്ന പ്ലേറ്റിംഗ് അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ അക്കോർഡിയൻ പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അക്കോർഡിയൻ പ്ലേറ്റ്സിന് പൊതുവെ 1/2 ഇഞ്ച് വിഡ്ത്തിലൊക്കെ ആയിരിക്കും നമ്മൾ പ്ലേറ്റ്സ് ചെയ്യുക. കാൽക്കുലേഷൻ വന്നിട്ട് സെയിം അക്കോർഡിയൻ പ്ലേറ്റ്സ് പോലെ തന്നെയാണ്. നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 3 ഇരട്ടി എടുക്കുക. ഇവിടെ 3 to 4 ഇയർ ഓൾഡ് കിഡ് ആയതുകൊണ്ട് ഹിപ്പ് റൗണ്ട് വന്നിട്ട് 24 ഇഞ്ചാണ്. അതിൻ്റെ 3 ഇരട്ടി എടുക്കുമ്പോൾ നമുക്ക് 72 ഇഞ്ചാണ് കിട്ടുന്നത്. ഈ 72 ഇഞ്ചിനോടൊപ്പം നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ചേർത്തടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 ഇഞ്ചാണ്. സോ ടോട്ടൽ നമുക്ക് 74 ഇഞ്ചാണ് വരുന്നത്. ഈ 74 ഇഞ്ചിനോടൊപ്പം തന്നെ ഞാൻ 1 ഇഞ്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ പ്ലേറ്റിൻ്റെ വിത്ത് 1/2 ഇഞ്ചാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റിലും എൻഡിങ് പോയിന്റിലും ഞാൻ 1/2 ഇഞ്ച് വെച്ച് ഈസും കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ടോട്ടൽ 75 ഇഞ്ചിലാണ് നമ്മൾ ഫാബ്രിക്കിൻ്റെ വീതി എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ 1/2 ഇഞ്ച് വെച്ചിട്ട് പ്ലേറ്റ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും നമ്മൾ 1 ഇഞ്ച് വിട്ടിട്ടുണ്ട്. ഇനി പ്ലേറ്റിംഗ് അറേഞ്ചിൽ നമ്മൾ ആദ്യത്തെ 1 ഇഞ്ച് വിടുക, അത് നമ്മുടെ സീം അലവൻസ് ആണ്. രണ്ടാമത്തെ 1/2 ഇഞ്ച് വിടുക, അത് നമ്മുടെ ഈസ് ആണ്. തേർഡ് പോയിന്റിൽ നിന്നായിരിക്കണം നമ്മൾ പ്ലേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. തേർഡ് പോയിന്റ് എടുക്കുക, നമ്മുടെ 4th പോയിന്റ് ലീഡ് ചെയ്യുക, 5th പോയിന്റിൽ കൊണ്ട് പിൻ ചെയ്യുക. ഇതുപോലെ തന്നെയാണ് അടുത്ത പ്ലേറ്റിംഗ് ചെയ്യേണ്ടത്. 6th പോയിന്റ് എടുക്കുക, 7th പോയിന്റ് വിടുക, 8th പോയിന്റിൽ കൊണ്ട് പിൻ ചെയ്യുക. ഇങ്ങനെ നമ്മൾ പിൻ ചെയ്യുമ്പോൾ നമ്മുടെ ബോട്ടം പാർട്ടും കൂടി പിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അയൺ ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. ഇത് അത്യാവശ്യം സമയമെടുത്ത് ചെയ്യേണ്ടതാണ്. കാരണം പ്ലേറ്റ്സിൻ്റെ വിത്ത് 1/2 ഇഞ്ച് ആയതുകൊണ്ട് ഒത്തിരി സമയമെടുത്ത് ചെയ്താലേ നമുക്കിത് നല്ല നീറ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ എത്രത്തോളം ഒരു വർക്കിൽ നമ്മൾ ടൈം കൊടുക്കുന്നു അത്രത്തോളം ആ വർക്കിന് ഭംഗി കൂടുമെന്നാണ് പറയാറ്. നമ്മളിപ്പോൾ ഒത്തിരി സമയം എടുത്തൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും മുഷിച്ചിലൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോൾ അതിൻ്റെ ആ ഒരു അത്രയും ഫിനിഷിങ്ങിൽ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കിട്ടുക കേട്ടോ. സോ എത്രത്തോളം ടൈം എടുത്ത് നമ്മളൊരു വർക്ക് ചെയ്യുന്നോ അത്രത്തോളം അതിന് ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ പ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക? നമ്മളിത് അയൺ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ന്യൂസ് പേപ്പറും പ്ലേസ് ചെയ്ത് അതിന് പുറത്തുകൂടിയാണ് അയൺ ചെയ്യുന്നത് കേട്ടോ. അതാകുമ്പോൾ നമ്മുടെ ഫാബ്രിക് ഉരുകത്തുമില്ല, നമുക്ക് നല്ല നീറ്റായിട്ട് അയൺ ചെയ്തെടുക്കാൻ പറ്റും. സോ ഫാബ്രിക്കിൻ്റെ ലെങ്ത്ത് ഞാൻ അതായത് ഹൈറ്റ് കാൽക്കുലേഷൻ പറഞ്ഞില്ലായിരുന്നു. നമുക്ക് 3 to 4 ഇയർ ഓൾഡ് കിഡ് ആയതുകൊണ്ട് നമ്മുടെ ഹൈറ്റ് വന്നിട്ട് 21 ഇഞ്ചാണ്. ഇൻക്ലൂഡിങ് വേസ്റ്റ് ബാൻഡാണ് 21 ഇഞ്ച് എന്ന് പറയുന്നത്. സോ ഞാൻ വേസ്റ്റ് ബാൻഡിൻ്റെ വിഡ്ത്ത് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു 1.5 ഇഞ്ചാണ്. അപ്പോൾ 1.5 ഇഞ്ച് നമ്മൾ 21 കുറച്ച് നമുക്ക് 19.5 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ ഒപ്പം ഒരു 1/2 ഇഞ്ച് ഞാൻ വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്യാൻ സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 20 ആയി. ഇനി ഈ 20ൽ ഞാനൊരു 2 ഇഞ്ച് അഡീഷണൽ എടുക്കുന്നുണ്ട്. നമ്മൾ ഹെംപാർട്ട് മടക്കി അടിക്കാൻ ഞാൻ 1 ഇഞ്ച് വിഡ്ത്തിലാണ് മടക്കി അടിക്കുന്നത്. അങ്ങനെ നമുക്ക് ടോട്ടൽ 22 ഇഞ്ചിലാണ് ഞാൻ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. സോ അത് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ അതിൻ്റെ ബോട്ടം പാർട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 1 ഇഞ്ച് വെച്ചാണ് ഞാൻ മടക്കി അടിക്കുന്നത്. അപ്പോൾ ബോട്ടം പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ബോട്ടം പാർട്ടിൽ തന്നെ ഞാൻ അതിൽ ഒരു എഡ്ജ് സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ നീറ്റായിട്ട് നമുക്ക് കിട്ടും. കാരണം പ്ലേറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഹെം പാർട്ടിൻ്റെ അവിടെ, അതായത് നമ്മുടെ സ്കേർട്ടിൻ്റെ ബോട്ടം പാർട്ടിൻ്റെ അവിടെ അത്യാവശ്യം ഇച്ചിരി നല്ല കട്ടിയായിട്ടിരിക്കും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ലൈനിങ് പീസ് എടുക്കുക. എക്സാക്ട് സെയിം തന്നെയാണ്, പക്ഷേ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻ സ്കേർട്ടിന് എടുത്ത ഹൈറ്റിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചെടുക്കുക എന്നേ ഉള്ളൂ. വിത്ത് കാൽക്കുലേഷൻ എല്ലാം സെയിം ആണ്. നമ്മൾ മെയിൻ ഫാബ്രിക്കിൻ്റെ അടുത്ത് അത് തന്നെ എടുക്കുക. ഞാനിവിടെ ലൈനിങ് ആയതുകൊണ്ട് ഞാൻ 1 ഇഞ്ച് വിത്തിലാണ് പ്ലേറ്റ് എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കതല്ല, ലൈനിങ്ങിന് നമുക്കിപ്പം 3 ഇരട്ടി ഫാബ്രിക് എടുക്കാനില്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ 2 ഇരട്ടി ആണെങ്കിലും കുഴപ്പമില്ല. പ്ലേറ്റ്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു പ്ലേറ്റ്സ് ഇച്ചിരി വലിച്ച് എക്സാക്ട് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ ആ ഒരു ലെങ്ത്തിലോട്ട് എത്തിച്ചാൽ മതിയാവും. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നമ്മൾ മെയിൻ ഫാബ്രിക്കിന് എടുത്ത് അതേ വീതി തന്നെ നമ്മൾ ലൈനിങ്ങിൽ എടുക്കുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ പ്ലേറ്റ്സിങ് കിടക്കുന്ന കാണാൻ അത്യാവശ്യം നല്ല ഫ്രില്ലി ആയിട്ടായിരിക്കും കിടക്കുന്നത് കേട്ടോ.
വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ ആ സ്കേർട്ടിൻ്റെ ഹിപ്പ് റൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്, അതായത് മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്നത് നോർമലി 24 ഇഞ്ച് ആണല്ലോ, അതിനോടൊപ്പം നമ്മൾ ഈസ് ഒരു 1/2 ഇഞ്ച് വെച്ച് വിട്ടിരുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന അങ്ങനെ 25 ഇഞ്ചാണ്. ഈ 25 ഇഞ്ചിൻ്റെ ലെങ്ത്തിൽ തന്നെ ആയിരിക്കണം നമ്മൾ വേസ്റ്റ് ബാൻഡിനുള്ള ഫാബ്രിക് എടുക്കുന്നത്. അതിനോടൊപ്പം ഒരു അഡീഷണൽ ഒരു 1 ഇഞ്ചും കൂടി കൂടുതൽ എടുക്കുക. നമുക്ക് സീം അലവൻസ് ആണ് ചേർത്തടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫാബ്രിക് ഞാനിങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഓർക്കുന്നത്. സോ ഓൺ ഫോൾഡഡ് വരുമ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് വന്നിട്ട് 3.75 ഇഞ്ച് ആയിരിക്കും കേട്ടോ. അല്ലാണ്ട് എടുക്കുവാണെങ്കിൽ 7.5 ഇഞ്ച്. സോ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക, നമ്മളത് സ്കേർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇലാസ്റ്റിക് ബാൻഡും പിടിപ്പിക്കുക. ഇലാസ്റ്റിക് ബാൻഡ് നമ്മൾ പിടിപ്പിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടോട്ടൽ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിൽ നിന്നൊരു 3 ഇഞ്ച് കുറച്ച് വേണം ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. See you on my next video. Bye.